നീലക്കൊടുവേലി ഇവിടെ ഉണ്ടായിരുന്നു പറയപ്പെടുന്നല്ലേ. ഇല്ലിക്കല്ലിൻ്റെ മുകളിൽ കൊടക്കല്ലിനകത്ത് അവിടെ ഒരു കുഴിയാണ്. നമുക്കൊരു ഇത്രയും താഴ്ചയുള്ളൊരു കുഴിയുണ്ട്, ഒരു 4 അടി താഴ്ചയുള്ള കുഴിയുണ്ട്. ആ കുഴിയിൽ നീലക്കൊടുവേലി ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അതെയല്ല. അപ്പം നമ്മളുള്ളത് കോട്ടയത്ത്. ഇന്നലെ ഭയങ്കര ബുദ്ധിമുട്ടിപ്പോയി കേട്ടോ. എല്ലാ കാര്യങ്ങളും രാത്രിയിൽ വീഡിയോ ഇതിൽ ലൈവിൽ പറയാം കേട്ടോ. ലൈവ് 9 മണിക്ക് ലൈവ് ഉണ്ട്, അപ്പോൾ അതിൽ പറയാം. ഇന്നലെ ഞങ്ങൾക്ക് ലൈവ് ചെയ്യാൻ പറ്റിയില്ല, അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ്. അതെല്ലാം നമ്മളിന്ന് പറയാം. അപ്പം നമ്മളിപ്പം നേരെ പോകുന്നത് ഇല്ലീക്കൽ കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇല്ലീക്കൽ കല്ല്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഇട്ടതാണ് ഇല്ലീക്കൽ കല്ല് കേട്ടോ. ഇല്ലീക്കൽ കല്ലാണ് ഇല്ലിക്കൽ കല്ലല്ലേ. എന്താ ലൊക്കേഷൻ സ്റ്റാർട്ട് കൊടുക്കുക. 20 കിലോമീറ്റർ ഉണ്ട്. 42 മിനിറ്റാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ എങ്കിൽ ഏകദേശം 1 മണിക്കൂർ എടുക്കും. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് കാണാം നമുക്ക് ഇല്ലിക്കൽ കല്ല്. പിന്നെ അത് പോകുന്ന വഴിക്ക് കാണാം. ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ ഇല്ലീക്കൽ കല്ല് എത്തി കേട്ടോ. ഇല്ലീക്കൽ കല്ലിൻ്റെ നമ്മളെ എൻട്രൻസിലുള്ള നമ്മളിപ്പം ഇവിടെ നമ്മൾ പാസ് എടുക്കണം. പാസ് എടുത്തിട്ട് വേണം നമ്മൾ മുകളിലേക്ക് പോകാൻ. എത്രയാണെന്ന് നോക്കട്ടെ. ഓ, ഇവിടുന്ന് ജീപ്പ് സഫാരി ഉണ്ട് കേട്ടോ. അങ്ങനെ 39 രൂപ. അതെന്ത് കണക്കാ? ഇവിടുന്ന് പ്രൈവറ്റ് വണ്ടികൾ കയറ്റി വിടുക കേട്ടോ. ജീപ്പ് സഫാരി. എത്രയാട്ടോ എൻട്രി ഫീസ് ടിക്കറ്റിന്? എത്ര പേരുണ്ട്? ഞങ്ങൾ 2 പേര്. നിങ്ങൾ എന്നാ വണ്ടിക്ക് ഇവിടെ വന്നേ? എന്നാ വണ്ടിക്ക് ഇവിടെ വന്നേ? കാറ്. അതിലൂടെ എങ്ങനെ ജീപ്പിലോ നടന്നു പോകാനാണ്? എന്തോരുണ്ട്? 1.5 കിലോമീറ്റർ. ജീപ്പിനാണ് എത്ര പൈസ? ജീപ്പിലാകുമ്പോൾ 2 പേർ കൂടെ 144. 144 രൂപ. നമ്മളിപ്പോൾ ഉള്ളത് ഇല്ലീക്കൽ കല്ല്. ഏതാട്ടെ ഇതൊക്കെ ഇല്ലീക്കൽ കല്ലിലെ ബന്ധപ്പെട്ടതല്ലേ ഇത്? ആ, ഇത് ഇതിൻ്റെ പേരിന പേരക്കല്ല, പേഴക്കല്ലല്ലേ? ആ, ഇതാട്ടോ പേഴക്കല്ല്. പൊളിയല്ലേ എൻ്റെ അമ്മോ.
കാലിൻ്റെ മസിൽ കയറി. പക്ഷെ പവർ വിട്ടു കൊടുക്കൂല കേട്ടാ. റിവേഴ്സ് കയറ്റാം ഇല്ലിക്കൽ കല്ലിലേക്ക്. എൻ്റെ അമ്മ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ. ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാ ഇല്ലിക്കൽ കല്ലിൻ്റെ മുകളിലേക്ക് കയറി പോന്നെ. പക്ഷെ അങ്ങോട്ട് അതോ കൂടി എന്നാ സൂപ്പറല്ലേ, പൊളിയാ കേട്ടോ. ഞാൻ തിരിഞ്ഞിട്ടൊന്നുമില്ലേ, തിരിഞ്ഞെന്ന് വിചാരിക്കണ്ട നിങ്ങൾ, ഞാൻ തിരിഞ്ഞിട്ടില്ല. ഇത് ഫുള്ള് ഫിനിഷ് ചെയ്ത് എന്താ മേടിച്ചു തരും? ഞാനാ? ആ എന്താ വേണ്ടേ? ബിരിയാണി. ഓക്കെ ഓക്കെ. വൈഫ് ബിരിയാണി മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ നടന്നു പോകുന്നത് കേട്ടോ. നോക്കണം, കാല് കാണുന്നുണ്ടോ? കാല് കാണുന്നില്ലേ? കാല് കാണണം, എന്നാലേ റിവേഴ്സ് നടക്കുന്ന അവർക്ക് മനസ്സിലാവും. റിവേഴ്സ് നടക്കണ്ടേ? വളവെത്താനായോ? അപ്പം വളയ്ക്കണമല്ലോ. ഇനി എല്ലാം നടക്കുന്ന സ്പോട്ടിലും റിവേഴ്സ് കയറി പോയാലോ? പൊളിയാ അല്ലേ? പിന്നെ നമ്മുടെ ഓഡിയൻസ് എന്ത് പറയുന്നത്? പുല്ലിലേക്ക് പോലെ റിവേഴ്സ് കയറ്റാൻ എങ്ങനെയാണ്? അടിപൊളിയായിരിക്കും അല്ലേ? ഈ നടക്കുന്ന ഏരിയയിലെല്ലാം നമ്മൾ റിവേഴ്സ് കയറി പോകും കേട്ടോ. നമ്മളല്ല, ഞാൻ ഒറ്റയ്ക്ക് ശക്തിമാൻ. പക്ഷെ നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം പോയ ഇല്ലിക്കൽ കല്ലാതെ വേറെ ഒന്നുണ്ടായിരുന്നല്ലോ, ഫാൻറ്റം പാറ അല്ലേടി? ഫാൻറ്റം പാറ, അത് അടിപൊളിയായിരുന്നു കേട്ടോ. അത് കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണണേ. ഫാൻറ്റം പാറ അടിപൊളിയാ. കാരണം വെച്ചാൽ ഒരു ഫാൻറ്റത്തിൻ്റെ അതേ ഷേപ്പിലുള്ള പാറ ഇങ്ങനെ നിൽക്കുക. ശരിക്കും ഫാൻറ്റം ഫുള്ള് കെട്ടട്ടെ. നീ പതുക്കെ നടക്ക്, നീ പതുക്കെ നടക്കാൻ. ഞാൻ സ്പീഡ് നടക്കേണ്ടി വരില്ലേ? മടുത്ത് ഞാൻ എത്ര റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഇത്ര കയറിപ്പോന്നറിയാം. ഇനിയും ഉണ്ടാവും. ഫാൻറ്റം പാറ അടിപൊളിയാണ് കേട്ടോ. ഫാൻറ്റം പാറയിൽ എന്താ പറയണ്ടേ, ഫാൻറ്റത്തിൻ്റെ അതേ ഷേപ്പ് എന്ന് പറഞ്ഞാൽ അതേ ഷേപ്പ്. ഫാൻറ്റ ഇങ്ങനെ തലയെ പൊക്കി നോക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഈ സൈഡിലേക്ക് നോക്കി കഴിയുമ്പോൾ ആ ഒരു ഷേപ്പ് വരുന്നില്ലേ? നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണേ. ട്രോൾ ചെയ്യണ്ട, കമൻറ്റ് ചെയ്താൽ തിരിയാ. ഉണ്ടോ ഇപ്പം നല്ല വ്യൂ വന്നില്ല? പറ നോക്ക്. ഇല്ല, ആ പേരും പറഞ്ഞ് തിരിയാ. ഇല്ല, ഞാൻ തിരിയൂല ആ പേരും പറഞ്ഞിട്ട്. ഒരിക്കലും വിട്ടുകൊടുക്കില്ല. ഞാനിത് ഫുള്ള് കയറിപ്പോവും. നേരെ ഫുള്ള് ഞാൻ മുകളിൽ കയറിപ്പോവും. തല തിരിച്ചിങ്ങനെ നോക്കത്തില്ലേ നടക്കുന്നത്? നേരെ തിരിഞ്ഞ് നീ നോക്കണ്ട, ഞാൻ തിരിയൂല. നോക്കണ്ട, ഞാൻ തിരിയത്തില്ല. ഞാൻ നേരെ തന്നെ പോകത്തുള്ളൂ. ഇതേപോലെ തന്നെ പുറവശം തന്നെ നടക്കും. നീ മടുക്കുന്നല്ലാണ്ട് ഞാൻ മടുക്കില്ല. വാ, വരൂ, കമോൺ. ഇത് എൻ്റെ സ്പ്രിങ് ആണോ അഴിഞ്ഞു പോയിരിക്കുന്നത്? എൻ്റെ നട്ടും ബോൾട്ടും. റിവേഴ്സ് നടക്കാം കേട്ടോ. ഇനി പോകുന്നിടത്തല്ല നമ്മൾ റിവേഴ്സ് ആണ്. ഞാൻ ചലഞ്ച് വെക്കാം കേട്ടല്ലോ. എല്ലാ പ്രാവശ്യവും ബിരിയാണിയാ? അല്ല, വേറെ. ഇന്ന് ബിരിയാണി. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും ഇന്ന് കാണിച്ചു തരാവേ. നമ്മൾ ബിരിയാണി
എത്ര മിനിറ്റായി? 26 മിനിറ്റായി കേട്ടോ. മിനിറ്റായി പുറകോട്ട് കിടക്കുന്നത്. പിന്നെയുണ്ട് കേട്ടോ, അതാ ടോപ്പ്. വിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ക്യാമറമാൻ അടുത്തതുകൊണ്ട് ക്യാമറ ഞാൻ തന്നെ പിടിക്കാം അവിടെ കേട്ടോ, സെൽഫി ആയിട്ട്. ക്യാമറമാനെ വേണേൽ കാണിച്ചു തരാം. കണ്ടോ, ക്യാമറമാൻ ദൂരത്തുനിന്ന് വരുന്നുണ്ടത്. കണ്ട, ടയേർഡായ ഒരാൾ മാട്ടത്ത് ചാത്ത് വല്ലാത്ത ഇതിലായി കേട്ടോ. ഇതുണ്ടോ, അതേ പോകുന്നു ക്യാമറമാൻ, പോകുന്നു. കണ്ട, ഞാൻ തന്നെ ക്യാമറ വാങ്ങി. ഇതുണ്ട്, പോകുന്നു. ഡ്രസ്സും വീശിക്കൊണ്ട് പോകുന്നു. സ്പൈഡർമാനല്ല, ഇതിങ്ങനെ വീശിക്കൊണ്ട് പോകുന്ന അതേതാ. നമ്മൾ ടോപ്പിൽ കയറേണ്ട അതാ കേട്ടോ. അത് കണ്ടോ, ആ കാണുന്നത് അത് അവിടെയാണ് എത്തേണ്ടത്. ക്യാമറ പോകുന്നുണ്ടോ? പൊളി. എന്നാ ലുക്കാ നോക്കിയേ, ലുക്ക് കണ്ടോ, എന്നാ ലുക്ക്, പൊള്ളി ലുക്കാ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലുക്ക്. ഹേ ക്യാമറമാൻ, ക്യാമറ പിടിക്കൂ. മടുത്തു, പക്ഷെ വിട്ടുകൊടുക്കൂല. ബിരിയാണി കിട്ടും. തോറ്റോ? ഇല്ല, തോൽവി. ഞാൻ അവിടം വരെ പോവും. ആ വെള്ള ഗ്രില്ല് തുടങ്ങുന്നില്ലേ, അവിടം വരെ പോവും ഞാൻ. അവിടം വരെ ഉള്ളൂ? ആ, അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ കുത്തുകല്ല് കണ്ട, അതെങ്ങനെ കയറി പോവാനാ? അല്ല, മൊത്തം കയറുന്ന പറഞ്ഞ അങ്ങ് മണ്ട വരെ എത്തൂല ഞാൻ. എത്തൂല? അതല്ലേ ഇല്ലിക്കല്ല്, അതല്ലേ അവിടെ കല്ല് കണ്ടോ, അതാണ് ഇല്ലിക്കല്ല്. ഇല്ലിക്കൽ കല്ല് വരെ പോകുന്നതാണ് പറയാം. അതിൻ്റെ അപ്പുറത്ത് അത് വ്യൂ പോയിന്റ്, അത് കണ്ടറിയാം. തോക്കണേ തോറ്റോ? ഇല്ല, തോറ്റോന്ന് പറഞ്ഞ ക്യാമറ തിരിച്ചുകൊണ്ട് പോവാതെ ആൾക്കാർ കാണണ്ടേ. അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ, എങ്ങനെയുണ്ട്? നല്ല വ്യൂ അല്ലേ? കാണിച്ചു കൊടുക്ക്. ഏതാ വ്യൂ? നല്ല വ്യൂ അല്ലേ? ഓൺലി വ്യൂ. അടിപൊളി.
ക്യാമറ അങ്ങോട്ട് തിരിച്ചോ, എന്നിട്ട് നീ ഇങ്ങോട്ട് നോക്കിയോ. തിരിയുന്നില്ലല്ലോ ഞാൻ. ആണ് ഇതാണ്. ഈ വളവല്ലേ? അതെ. വളവ് വണ്ടി തിരിയട്ടെ. അപ്പോൾ ഇനി നമ്മുടെ യാത്ര ഫുള്ള് റിവേഴ്സ് അല്ലേ? അതെങ്ങനെയുണ്ട്? ഇടുമല്ലേ? കമൻറ്റ് ചെയ്യണേ. ഇതിപ്പോൾ പുതിയൊരു ചലഞ്ചാണ് ഞങ്ങളിപ്പോൾ 14 ജില്ലകളിലൂടെ പോകുന്ന ചലഞ്ചിലെ അടുത്തൊരു ചലഞ്ച്, അതിൽ തന്നെയുള്ളൊരു ചലഞ്ച്. നമ്മൾ പോകുന്ന സ്പോട്ടിൽ നടക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിവേഴ്സ് നടന്നു പോകും, ഇങ്ങനെ പുറകോട്ട്. വണ്ടി വരുന്നുണ്ട് പറയണേ. സൈഡിൽ നിൽക്കാം. സൈഡ് ഇങ്ങോട്ട് തിരി. ആ ഇങ്ങോട്ടാണല്ലോ അല്ലേ? വാ ഇപ്പുറത്തേക്ക് വന്നു. പിന്നെ അറ്റത്തോട്ട് പോവാ. നടുക്ക് പോ. വണ്ടി വരുന്നില്ല. വണ്ടി വരുന്നുണ്ട്. അവിടേക്ക് വണ്ടി കയറി പോട്ടെ. കാണിച്ചു കൊടുത്തോ? അത്രയ്ക്ക് ഗാറ്റാണ്. കയറി വരുന്നുണ്ട്. സൗണ്ട് കേട്ടല്ലോ. കയറി വരുന്നുണ്ട്. വളവ് അവിടെ നിന്ന് കാണിച്ചു കൊടുക്കും. വണ്ടി കയറി വരുന്ന വളവ് നിങ്ങൾ കണ്ടോണേ. അമ്മാതിരി വളവാ. കണ്ടോ കയറി വരുന്നത്? അമ്മാതിരി വളവ്. ഞാൻ തിരിഞ്ഞിട്ടില്ല, ഞാൻ ഇതുപോലെ തന്നെ അവളെ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ പൊളിയല്ലേ? രണ്ടാളായിട്ട് വന്നല്ലേ. ഡ്രൈവർ കട്ട കലിപ്പാന്ന് തോന്നുന്നു. ഡ്രൈവർ കട്ട കലിപ്പാ കേട്ടോ. നമ്മൾ കൈ കാണിച്ചില്ല, നമ്മൾ ചിരിച്ച് കാണിച്ചു. പക്ഷെ പുള്ളി നോവേ. പക്ഷെ നമ്മൾ വിട്ടുകൊടുത്തില്ല. നമ്മൾ വീണ്ടും റിവേഴ്സ് നടക്കുന്നത് കണ്ടോ? റിവേഴ്സ് നമ്മൾ വിട്ടുകൊടുക്കില്ല. നമ്മൾ നടക്കേണ്ട സ്ഥലത്ത് റിവേഴ്സ് ചലഞ്ച് നടക്കും. റെഡി? റിവേഴ്സ് ചലഞ്ച് നടത്തും. ചെറുതായിട്ട് നടന്നപ്പോൾ അല്ല, വലുതായിട്ട് നടന്നപ്പം ചെറുതായിട്ടൊന്ന് പാളി തന്നു. അതാ പറയാൻ വേണ്ടി വന്നു. എൻ്റെ അമ്മോ, മോളിൽ ചെന്ന് കഴിഞ്ഞാൽ ഉപ്പിട്ട വെള്ളം കിട്ടുമോ? ഉപ്പിട്ട വെള്ളമല്ല, ഉപ്പിട്ട വെള്ളം. അമ്മോ മടുത്തു. വാ 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 വാ. ഞാൻ വിട്ടുകൊടുക്കൂല. തോറ്റില്ല. എത്താറായി. അതിൻ്റെ മുകളിലാ എത്താറായി സംഭവം. ഇതുണ്ട്, ഇതിങ്ങനെ വളഞ്ഞാൽ കയറിപ്പോയാൽ മതി. വിട്ടു കൊടുക്കില്ല ഞാൻ. നമ്മളൊരു ചലഞ്ച് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ചലഞ്ചിൽ നമ്മൾ നിൽക്കും. നമ്മൾ തിരിഞ്ഞു പോക്കില്ല അല്ലേ? എൻ്റെ അമ്മ പട്ടയ്ക്ക് വെയിലാട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. നോക്കി അടിപൊളിയല്ല. നോക്കി ആ വ്യൂ നോക്ക്. ഞാൻ തിരിയത്തൊന്നുമില്ല, നീ അത് പേടിക്കുക വേണം. ഞാൻ തിരിയത്തില്ല, നീ അത് കാണിച്ചു കൊടുക്ക്. അടിപൊളിയല്ലേ? നിങ്ങൾ പറ. ഇതാണോ ഇത് പാഴ്ക്കല്ല്? ഈ കല്ലാണോ പേഴക്കല്ലല്ലേ? ആ കല്ലാണോ മറ്റേ നമ്മളിപ്പം പോകുന്ന കല്ലാണോ? ഏതാ നല്ലതെന്ന് പറയണേ. പൊളിയോ പേഴക്കല്ല്? എൻ്റെ അമ്മ കിടിലം പോലത്തെ കയറ്റം കേട്ടോ. കിടിലം പോലത്തെ കയറ്റം എന്ന് പറഞ്ഞാൽ കിടിലം പോലത്തെ കയറ്റം. വാ, നേരെ നടന്ന നീ മടുത്താ. വാ കുറച്ച് കഴിഞ്ഞിട്ട് പോക്ക് നടക്കൂല. വാ. ഇല്ലിക്കൽ കല്ലിൻ്റെ ടോപ്പിലേക്ക് പുറകുവശം തിരിഞ്ഞുള്ള യാത്ര. ഇല്ലിക്കൽ കല്ലിലേക്ക് പുറകോട്ട് നടന്നുള്ള യാത്ര. എൻ്റെ അമ്മ, ഒരു 2 കിലോമീറ്റർ അല്ലേ? രണ്ട് കിലോമീറ്റർ ഉണ്ട് ഇത്. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ തിരിച്ചു വരുമ്പോൾ എഴുതി വെക്കണേ. നമ്മുടെ ചാനലിൻ്റെ പേര് റോറോസ്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. തീർച്ചയായിട്ടും. കാല് കാണുന്നുണ്ടോ? മസില് ഇല്ലേ?
എന്താണെന്നറിയോ, നമ്മൾ നടന്നില്ലേ അയാൾക്ക് പൈസ കിട്ടുന്നതല്ലേ. കാരണം അവർ രണ്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനാട്ടിൽ ഹൈറ്റിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെയുണ്ട്. അതിനാട്ടിലും ഇത് വരുമല്ലോടി? വരുമോ? അറിയത്തില്ല. ക്യാമറ പിടിക്കുന്ന ആള് ടയേർഡായി കേട്ടോ. മാട്ടത്ത് നൊരയും പതയും വന്ന് കേട്ടോ വായിന്ന് കേട്ടാ. നോക്കാം ക്യാമറ ഷൈക്കാവും. കുഴപ്പമില്ല. എന്താ വന്നേ? ഞാൻ പൊറോട്ട ആട്ടോ നടക്കുന്നേ. അല്ല, മുമ്പോട്ടാ നടക്കുന്നത്. പൊറോട്ട ചലഞ്ച് തോറ്റു. ഇല്ല, ചലഞ്ച് തോറ്റിട്ടില്ല. ചലഞ്ച് ഞാൻ തോക്കൂല. അയ്യോ എൻ്റെ അമ്മ. അതെന്താ? അതൊന്നും അറിയാൻ പറയും. ചലഞ്ച് തോക്കൂല ഞാൻ. എത്താറായോ? ഇല്ല. അവിടെ സിഗ്നൽ ഉണ്ട് അതുപോലെ പുറകില്. ഇപ്പൊ ഏകദേശം എത്താറായി. എത്തിയില്ല. ഇനി വളമുണ്ട്. എന്റെ പൊന്നോ, ചലഞ്ച് എടുക്കണ്ടായിരുന്നു. എൻ്റെ അമ്മോ. തോറ്റോ? ഇല്ല, തോറ്റില്ല. തോറ്റെങ്കിൽ തോറ്റോ? തോറ്റില്ല. തോക്ക്. ഇല്ല, തോക്കൂല. തോറ്റേ? തോക്കൂല. എന്നെ ഫുള്ള് കിട്ടട്ടെ. ഫുള്ളുണ്ട്. ആണോ? ഫുള്ള് കാണണം. റോഡ് കാണുന്നില്ലേ? റോഡ് കയറ്റം എല്ലാം കാണട്ടെ. നീ മെല്ലെ നടന്നു വന്നാൽ മതി. ശരി, എന്നാ ശരി. മെല്ലെ നടന്നു വന്നാൽ മതി. ശരി. അവിടെ വെറുതെ പോസ്റ്റായിട്ട് നിൽക്കുക. പോസ്റ്റ് നമ്മളെത്തേണ്ടത് അവിടെ. അതാ ആ ടോപ്പ് അതുണ്ടോ? ഇനി മൊത്തം വളവില്ല, കയറ്റമല്ല. നേരെ പോയാൽ മതി. അവിടെ നിന്ന് കാണിച്ചു കൊടുക്കും. മുന്നേ അവിടെ പോയിട്ട് ഞാൻ പുറകോട്ട് കിടക്കാൻ കാണിച്ചു കൊടുക്കുക. കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നു. ആയോ? ആയാ? പുറകോട്ട് നടക്കുന്നുണ്ട്. എത്തേണ്ട സ്ഥലം പറഞ്ഞു കാണിച്ചു കൊടുക്കടി. പറഞ്ഞു കൊടുക്ക എത്തേണ്ട സ്ഥലം പറഞ്ഞു കൊടുക്ക്. എത്തേണ്ട സ്ഥലം മതിയോ? ഇല്ല, മുകളിൽ വരെ കയറി പോണം എനിക്ക്. ഇങ്ങനെ തന്നെ റിവേഴ്സ്. അത് പറ്റൂല. റിവേഴ്സ് കയറി പോണം. അതല്ലേ ചലഞ്ച്. പറ്റൂല. അത് പറ്റുമോ? ഇതെന്താ വെറുതെ വീശിക്കൊണ്ടിരിക്കുന്നത്? നേരെ പിടിക്കും. മുകളിൽ വരെ കയറി പോകുന്ന പിന്നെ ചലഞ്ച് ഇത്രയും നടന്നിട്ട് ഇനി ഞാൻ വിട്ടു കൊടുക്കാനാ. അവിടം വരെ പോണം. ആ, മുകളിൽ വരെ പോവാം. എങ്ങനെ പോവും? എങ്ങനെ പോവും? അവിടെ കല്ലുമുത്താണ്. എന്നെ കാണുന്നുണ്ടോ? ഇല്ല. എൻ്റെ കാല് നടക്കുന്ന കാണണേ. കുറച്ച് ബാക്കിലോട്ട് നിൽക്കി. ആ, നീ നടന്നോ? ആൾക്കാർ ഓഡിയൻസ് കാണണ്ടേ ഞാൻ പുറകോട്ട് നടന്നു പോകുന്നൊക്കെ. അടുത്ത ട്രിപ്പ് ജീപ്പോടെ പേര് നമുക്ക് കാണാം. അപ്പം പ്രസയില് ഓഫാക്കരുത്. വാ.
ഇനി ഞാൻ ക്യാമറ പിടിക്കണോ? ഞാൻ ക്യാമറ പിടിച്ച് പോകാന്നല്ലേ. ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ പൊറോട്ട നടക്കുന്ന ആളല്ലേ. ഇവിടെ ആൾ മടുത്ത് കേട്ടോ, ടയർഡായി. നമ്മുടെ ക്യാമറമാൻ മടുത്തു. അതുകൊണ്ട് ഞാൻ തന്നെ ക്യാമറ മേടിച്ച് പൊറോട്ട നടക്കുക കേട്ടോ. പൊറോട്ട നടക്കുന്നത്. അപ്പം നമ്മുടെ ചലഞ്ച് വിജയിക്കാൻ പോവാ കേട്ടോ. വിജയിക്കാൻ പോവാണ്. ലീകക്കല്ല് കാണുന്നുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. കുറച്ച് ദൂരെയാണ്. എത്തിയില്ലേ? ഇവിടം വരെയാ? ഇവിടം വരെ. അപ്പോൾ ചലഞ്ച് വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ബിരിയാണി വെച്ച് നീലക്കൊടുവേലി ഇവിടെ ഉണ്ടായിരുന്നു പറയപ്പെടുന്നല്ലേ. ഇല്ലിക്കല്ലിൻ്റെ മുകളിൽ കൊടക്കല്ലിനകത്ത് അവിടെ ഒരു കുഴിയാണ്. നമുക്കൊരു ഇത്രയും താഴ്ചയുള്ളൊരു കുഴിയുണ്ട്. ഒരു 4 അടി താഴ്ചയുള്ള കുഴിയുണ്ട്. ആ കുഴിയിൽ നീലക്കൊടുവേലി ഉണ്ടായിരുന്നാണ് പറയുന്നത്. അതെയല്ലേ. ഇത് മീനച്ചിലാറിൻ്റെ ഉത്ഭവമാണ്. ഇതിങ്ങനെ മേളിലേക്ക് കയറി വരുമെന്നാണ് പറയുന്നത്. വെള്ളം ഒഴുക്കിൽ താഴേക്കല്ല പോകുന്നത്, മേളിലേക്ക് അങ്ങനെ വരുമെന്നാണ് എൻ്റെ ഐതിഹ്യം പറയുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഒരു സംഭവം കല്ലില്ലടാ പുറം ഉണ്ടോ ഇത്? പക്ഷേ ഇങ്ങനെ ഒടിഞ്ഞു പോലെ ഇന്നൊന്നും എടുക്കുക. കല്ല് കിട്ടണേ ബാഗിലെ. അപ്പം മുകളിലേക്ക് വരാം. പൊളിയ, രക്ഷയില്ല. താഴെ ചോദിക്കുക, കിട്ടില്ല വ്യൂ അല്ലേ. ഏതാ ലുക്കല്ലേ. ഇത് പൊട്ടിപ്പോടി താഴേക്ക്. ഇത് നോക്കി എൻ്റെ അമ്മോ. ഇതിൻ്റെ ഈ കല്ലിൻ്റെ കാട്ടിലും പ്രത്യേകത ഇതിൻ്റെ വ്യൂവിനാട്ടോ. ഇത്രയേ ടോപ്പിൽ വന്നിട്ടുള്ള ആ ഒരു വ്യൂ, അത് വേറെ ലെവല്. മുകളിലേക്ക് പോകുന്നില്ല ചേട്ടാ? ആണോ? ഞാൻ പോയി അവിടുത്തെ വ്യൂ ഒക്കെ എടുക്കട്ടെ. പൊളി. വീട്ടിലെ ലുക്ക് കേട്ടോ. ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നെ, വേറെ ലെവല് സാധനം. ഇല്ലീക്കൽ കല്ല്. ഈ കല്ലിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വ്യൂ ആട്ടോ. അതൊരു വേറെ ലെവല് സാധനം. വേറെ ലെവൽ കേട്ടോ. നമ്മൾ വന്ന വഴിയാ. ആൾക്കാരെല്ലാം താണിക്കുന്നത്. നമ്മൾ വന്ന വഴിയാട്ടോ. ഇതെല്ലാം ഫുള്ള് പൊളി.
അപ്പോൾ ഇതാണ് കേട്ടോ ഏതാടി ഇല്ലീക്കൽ കല്ല്. ഇതാണ് ഇല്ലീക്കൽ കല്ല്. എന്നോ കല്ലല്ല അത്, എന്തോ ഒരു രക്ഷയില്ലാത്ത കല്ലാട്ടോ ഇത്. ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇത്രയും സംഭവമായിരിക്കും പ്രതീക്ഷിച്ചില്ല. അരണ പുറകെ വരുന്നുണ്ടോ? അതെ, അരണ പുറകെ വരുന്നു. വാ പൊളി, ഒരു രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് ആൾക്കാർ കയറി പോണേ. ഇല്ലീക്കൽ കല്ല് വേറെ ലെവല്. ഇത് നമ്മുടെ മറ്റേ ഫാൻറ്റം റോക്കിൻ്റെ അതേപോലെ തന്നെ അല്ലടി നമ്മളവിടെ പോയ. വാ എന്നാ രസമല്ല കാണാൻ. ഹാഫ് ബോൾ എടുക്കടാ, കൊള്ളാം. ഫോട്ടോ അടിപൊളി. ഹാഫ് ബോൾ എടുക്കും, കൊള്ളാം, അടിപൊളിയാ. ഹാഫ് ബോൾ നിറ മതി, നല്ലതാ. കൊള്ളാം, നല്ല ഹാഫ് സൈഡ് എടുക്കും. വീടെടുക്കല്ലേ നിന്റെ തന്നത്. നോക്ക് നോക്ക് അച്ഛൻ നോക്കണേ. റെഡി 1 2 3. ഫുള്ള് മഞ്ഞിറങ്ങി. നല്ല അടിപൊളി വ്യൂ ആ. അതെ അല്ലേ? ഫോട്ടോ എടുത്ത് തരുമോ? അതെ, ആ ഫോട്ടോ എടുത്ത് തരുമല്ലോ. കിട്ടില്ല മഞ്ഞ കേട്ടാ. നമ്മുടെ ഐശ്വര്യ, നമ്മുടെ ഐശ്വര്യ.